എല്ലാവർക്കും നമസ്കാരം. വായനാനുഭവങ്ങൾ ധാരാളം പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും ഹൃദ്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത് VT ഭട്ടതിരിപ്പാട് തൻ്റെ കണ്ണീരും കിനാവും എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അതിൽ അദ്ദേഹം മാൻമാർക്ക് കുട എന്ന് വായിച്ചപ്പോഴുണ്ടായ അനുഭൂതി. അത് വായിക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ വായിച്ച ആദ്യത്തെ വാചകം ഏതായിരിക്കും? ആരെങ്കിലും അത് ഓർക്കുന്നുണ്ടാകുമോ? അവനവൻ ആദ്യം വായിച്ച വാചകം ഏതായിരിക്കുമെന്ന്? ഉണ്ടാവില്ല. കാരണം നമ്മളൊക്കെ ഓർമ്മയുറയ്ക്ക് മുമ്പ് തന്നെ വായിക്കാൻ പഠിക്കുന്നു. ഒരു കുട്ടി ഇപ്പോഴൊക്കെ എല്ലാവരും ആദ്യം തന്നെ നമുക്ക് വായനയിലേക്ക് വരുന്നു. എന്താണ് വായിക്കുന്നതെന്ന് അവർ ഓർക്കുന്നതേ ഇല്ല. പക്ഷേ ഞാൻ ആദ്യം വായിച്ച വാചകം ഓർക്കുന്നില്ലെങ്കിലും ആദ്യമായി വായിച്ച പുസ്തകം ഏതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അത് കുട്ടിക്കഥകളും ചിത്രങ്ങളും എന്നതാണ്. റഷ്യൻ സാഹിത്യകാരൻ V. സുത്തിയോവ് എഴുതിയ കുട്ടിക്കഥകളും ചിത്രങ്ങളും, നിറയെ വർണ്ണങ്ങളും വരകളുമുള്ള ഒരു ബുക്കാണിത്. അതിൽ ഒരു കുട്ടി പെൻസിൽ വെച്ച് വരച്ചു തുടങ്ങുകയാണ്. വരച്ചു വരുമ്പോൾ അതൊരു പൂവൻ കോഴിയായി മാറുന്നു. ആ കോഴി വര പൂർത്തിയാകുമ്പോൾ കോഴി എഴുന്നേറ്റ് വന്ന് കുട്ടിയോട് ചോദിക്കുകയാണ്, എൻ്റെ അങ്കവാലിൻ്റെ നിറം എവിടെ? അത് കേൾക്കും കുട്ടി പേടിച്ചു പോകുന്നു. കോഴി കൊത്തുമെന്ന് പേടിച്ച് കുട്ടി അങ്കവാലിന് നിറം കൊടുക്കുന്നു. ഇതുപോലെയുള്ള നിരവധി കഥകൾ ആ ബുക്കിലുണ്ട്. അത് കുറേ കാലമായി വിപണിയിൽ ലഭ്യമല്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത നാളിൽ DC ബുക്സ് അത് വീണ്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ബുക്ക് തന്നെയാണ് എൻ്റെ മകനും ആദ്യമായി വായിച്ചത്. അവൻ ഈ ബുക്ക് വായിച്ചു തുടങ്ങുന്നതിന് മുമ്പ്, അക്ഷരം പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവന് കളിക്കുടുക്ക വായിച്ചു കൊടുക്കുമായിരുന്നു. ആദ്യം ആ കളിക്കുടുക്ക എന്ന പേരാണ് വായിക്കുന്നത്. ഓരോ അക്ഷരമായി പറഞ്ഞു കൊടുത്ത് വായിക്കും. ഒരു ദിവസം കളിക്കുടുക്ക വന്നപ്പോൾ ഓടിച്ചെന്ന് അവനത് എടുത്തുകൊണ്ട് വന്നു വളരെ ആവേശത്തോടെ. എന്നിട്ട് ഓരോ അക്ഷരമായി തൊട്ട് കാണിച്ചു. എന്നിട്ട് വായിച്ചു, കള്ളിക്കുട്ട. അത് പറഞ്ഞിട്ട് അവൻ വളരെ സന്തോഷത്തോടെ നിന്നു. ആ ആനന്ദം, വായനയിൽ നിന്ന് കിട്ടുന്ന ആ ആനന്ദം അവൻ്റെ മുഖത്ത് തുളുമ്പി നിന്നിരുന്നു. അപ്പോൾ അതാണ് വായനയുടെ ആനന്ദം. അത് എന്താണ്? എങ്ങനെയാണ് നമുക്കത് അറിയാനാവുന്നത്? എങ്ങനെയാണ് വായനയുടെ ആനന്ദത്തിൻ്റെ സയൻസ് എന്താണ്? അതറിയണമെങ്കിൽ വായന എന്താണ് എന്ന് നമ്മൾ ആദ്യം അറിയണം. എന്താണ് വായന? വരമൊഴി ചൊല്ലലാണ് വായനയുടെ നിരുക്തി. ചില ചിഹ്നങ്ങളെ, എഴുതപ്പെട്ട ചില ചിഹ്നങ്ങളെ ദർശനത്തിലൂടെ, സ്പർശനത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നതിനെയാണ് വായന എന്ന് പറയുന്നത്. എഴുതപ്പെടുന്നതെല്ലാം നമ്മൾ വായിക്കാറുണ്ടോ? നമ്മുടെ അക്ഷിത ചിത്രം വരയ്ക്കാറുണ്ട്. അക്ഷിത അറിയാലോ, നമ്മുടെ അക്ഷിത ചിത്രം എഴുതാറുണ്ട്. പക്ഷെ അതാരും വായിക്കാറില്ല. അത് നമ്മൾ കണ്ട് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ മറ്റു ചില പുസ്തകങ്ങളല്ലാത്ത മറ്റു ചിലത് നമ്മൾ വായിക്കാറുണ്ട്. സംഗീതോപകരണങ്ങൾ, വീണ, വയലിൻ, ഇതൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. വലിയ വായനക്കാർ പുസ്തകം വായിക്കുകയല്ല ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ശ്രീ സച്ചു തോമസിൻ്റെതാണ്. അദ്ദേഹം ഒരു പുസ്തകം ഈമ്പി കുടിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഒരു അമേരിക്കൻ നോവലാണ്. ആ നോവൽ അദ്ദേഹം ഈമ്പി കുടിച്ചു എന്ന്. അത്രമാത്രം ആ പുസ്തകം അദ്ദേഹത്തെ ആനന്ദലഹരിയിലാഴ്ത്തിയിരിക്കുന്നു. ഇക്കാലത്ത് ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ടാക്കുകയും ആളോഹരി ആനന്ദം അളക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ആനന്ദത്തിൻ്റെ ഉറവിടം തലച്ചോറാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊരു പ്രതിഭാസമുണ്ട്. നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ട, തലച്ചോറുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണിത്. നമ്മളുടെ വികാരങ്ങൾ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. IQ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. EQ ഉണ്ട്, ഇമോഷണൽ ക്വോഷ്യൻ്റ്. ഒരു മനുഷ്യൻ അവൻ്റെ വികാരങ്ങളെ തിരിച്ചറിയുകയും മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് അവന് ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ആവശ്യമാണ്, വൈകാരിക ബുദ്ധി. ഈ വൈകാരിക ബുദ്ധിയാണ് നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നത്. ഈ വൈകാരിക ബുദ്ധിയെ അളക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ അളവുകോലാണ് EQ എന്ന് പറയാം. ഈ EQവിനെ സുസ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്നതാണ് വായന. വായിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് വളരെയേറെ ഗവേഷണങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്. ഈ ഹോർമോണുകളാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിലേക്ക് നമ്മെ നയിക്കുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷം തോന്നും, ആനന്ദമുണ്ടാകും. കൂടുതൽ സന്തോഷിക്കുന്നവർക്ക് ആനന്ദലഹരി ഉണ്ടാകും. ഈ ആനന്ദലഹരിയിലേക്ക്
ഇനിയും കൂടുതൽ അനുഭവിക്കാൻ എല്ലാവർക്കും ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനായി അഹോരാത്രം പ്രവർത്തിച്ച നമ്മുടെ പൂർവ്വസൂരി ശ്രീ പി എൻ പണിക്കർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.